ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പരനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ശ്രുതിയും കൂടി 5 കോടി രൂപ വിലയുള്ള ബംഗ്ലാവ് കാണാനായിട്ട് ആനന്ദിൻ്റെ കൂടെ വീട്ടിലോട്ട് വരികയാണ്. വീട്ടുടമസ്ഥൻ വിശ്വനാഥനും അയാളുടെ ഭാര്യയുമുണ്ട്. അങ്ങനെ അവർ വീടെല്ലാം പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അവർക്ക് അഡ്വാൻസ് ആയിട്ട് 30 ലക്ഷം രൂപ കൊടുക്കണമെന്നും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ താക്കോൽ ഏൽപ്പിക്കും, അതിനുശേഷം നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും വന്ന് ഇവിടെ താമസിക്കാം, മുഴുവൻ പൈസ തരുമ്പോൾ നിങ്ങളുടെ പേരിലോട്ട് വീട് കൈമാറ്റം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കുറച്ച് പേപ്പറുകളെല്ലാം അവരെ കാണിക്കുന്നുണ്ട്. ഇതാണ് വീടിൻ്റെ പ്രമാണം ഉൾപ്പെടെയുള്ള കുറച്ച് വ്യാജ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് അവർ കാണിക്കുന്നത്. വിശ്വനാഥനും ഭാര്യയും പറയുന്നത് കേട്ടുകൊണ്ട് ശ്രുതിയും കൂടി തിരിച്ച് വീട്ടിലോട്ട് മടങ്ങി വരികയാണ്. അതിനുശേഷം രേവതി കുറച്ച് കൂടുതൽ പൈസ മണ്ഡപം ഡെക്കറേറ്റ് ചെയ്തതിനെ കുറിച്ച് സച്ചിയോട് പറയുന്നുണ്ട്. പക്ഷേ രേവതി സന്തോഷം കൊണ്ടാണ് പറയുന്നത്, സച്ചിയേട്ടാ ഞാനിന്ന് 8,000 രൂപ സമ്പാദിച്ചു, ഞാനാണിപ്പോൾ കുഞ്ചികയിൽ കൂടുതൽ പൈസ എഴുതുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ സച്ചിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. രേവതിയാണ് കൂടുതൽ പൈസ സമ്പാദിച്ചെന്നുള്ളൊരു ഇതിൽ പറയുമ്പോൾ സച്ചിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നത് കാരണം സച്ചി പൈസ പോലും കുഞ്ചികയിൽ ഇടത്തില്ല, രേവതി തന്നെയാണ് ഇടുന്നത്. രേവതി പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്നുമില്ല. അതിനുശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം സച്ചിയെ കാണത്തില്ല. സച്ചി അവിടെല്ലാം അന്വേഷിക്കുന്നുണ്ട്. രവീന്ദ്രനും പറയും അവനെ കാണുന്നില്ല മോളെ. അപ്പോഴായിരുന്നു ഫോണിൽ വിളിച്ചിട്ട് ഫോൺ ബെല്ലുണ്ട് പക്ഷേ കിട്ടത്തില്ല. അങ്ങനെ വർഷയോട് സങ്കടം പറയുന്നുണ്ട്, സച്ചിയേട്ടനെ കാണുന്നില്ലല്ലോ. വർഷയും പറയും രേവതി ചേച്ചി ചിലപ്പോൾ അർജൻറ്റ് ട്രിപ്പ് പോലെ ഉള്ളത് കാരണം രേവതി ചേച്ചിയെടുത്ത് പറയാനങ്ങ് മറന്നുപോയതായിരിക്കും എന്ന് പറഞ്ഞ് വർഷയും രേവതി ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം രേവതി കുറേ തവണ സച്ചിയെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടത്തില്ല. അപ്പം രേവതി സച്ചി അന്വേഷിക്കുകയാണ്. അപ്പോൾ അവിടം വരെയാണ് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയുന്നത്. എന്നിട്ട് രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കും, മോളെ സച്ചി നിന്നെ തിരിച്ച് വിളിച്ചായിരുന്നു നോക്കും. ഇല്ല അച്ഛാ, കുറേ നേരം കൂടി ഞാൻ സച്ചിയേട്ടനെ വിളിക്കുന്നുണ്ട്, ബെല്ലുണ്ട് സച്ചി, പക്ഷേ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആ മോള് വിഷമിക്കാതെ, അവൻ അർജൻറ്റായിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോയതായിരിക്കും, മോളുടെ അടുത്ത് പറയാൻ മറന്നതായിരിക്കും എന്ന് പറയും. അല്ല, എവിടെ പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് സച്ചിയേട്ടൻ പോകുന്നത്, ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ, എന്ത് പറ്റിയെന്ന് അറിയില്ല, നീ വിഷമിക്കേണ്ട മോളെ എന്നൊക്കെ പറയും. ഉടനെ വർഷയും വന്നിട്ട് പറയും, ചേച്ചി വിഷമിക്കാത്ത, ഞാൻ പറഞ്ഞില്ല അർജൻറ്റ് ട്രിപ്പ് എന്തെങ്കിലും ഉള്ളതോട് പോയതായിരിക്കും, അല്ലാതെ രേവതിച്ചൊരു പിണങ്ങിയൊന്നും പോയതല്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും രേവതിക്ക് നല്ല വിഷമമാണ്. കുറേ നേരം കഴിഞ്ഞിട്ടും സച്ചിയെ കാണാത്തതുകൊണ്ടും ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടും രേവതി നേരെ ടാക്സി സ്റ്റാൻഡിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്നതിന് ശേഷം മഹേഷിൻ്റെ അടുത്ത് പറയും, സച്ചിയേട്ടൻ ഇന്നിവിടെ വന്നായിരുന്നു മഹേഷേട്ടാ നോക്കിക്കുമ്പോൾ ഇന്നിവിടെ വന്നിട്ടില്ലല്ലോ എന്ന് പറയും. എന്ത് പറ്റി രേവതി? അല്ല, രാവിലെ സച്ചിയേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, പക്ഷേ ഇതുവരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഞാൻ ഇവിടെ കാണുമെന്ന് കരുതി ഇങ്ങോട്ട് വന്നതാന്ന് പറയും. ഇല്ല രേവതി, ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെന്ന് പറയും. എന്ത് പറ്റി, നിങ്ങൾ തമ്മിൽ വല്ല പിണക്കം ഉണ്ടായോ? ഇന്ന് ഞാൻ സച്ചിയേട്ടൻ രാവിലെ കണ്ടിട്ടേ ഇല്ലെന്ന് പറയും. കണ്ടിട്ടേ ഇല്ല, രാവിലെ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോൾ സച്ചിയേട്ടനെ കണ്ടിട്ടില്ല, ഞാൻ കരുതി ട്രിപ്പ് എങ്ങാനും വന്നേ ആയിരിക്കുമെന്ന്. അപ്പോൾ ടാക്സി സ്റ്റാൻഡിലോട്ടല്ലേ ആദ്യം വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. ഇവിടെ വന്നിട്ടില്ലല്ലോ എന്ന് പറയും. അങ്ങനെ മഹേഷിൻ്റെ ഫോണിൽ നിന്ന് 2-3 തവണ സച്ചിയെ വിളിക്കും. അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. എന്തായാലും രേവതി വിഷമിക്കേണ്ട, ഞങ്ങൾ എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ അവർ ഒരു സൈഡിൽ അന്വേഷിക്കും. അതിനുശേഷം രേവതിയും സ്കൂട്ടർ എടുത്തുകൊണ്ട് അവിടേക്ക് അന്വേഷിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞിട്ടും രേവതിക്ക് അറിയാവുന്ന സ്ഥലത്തെല്ലാം പോയി അന്വേഷിക്കുമ്പോഴും സച്ചിയെ കാണത്തില്ല. അതിനുശേഷം ശരത്തിനെ ഫോൺ വിളിച്ചിട്ട് പറയും, ശരത്തെ ഞാനാന്ന് പറയും. എന്താ ചേച്ചി? ശരത്തെ എനിക്ക് ഇതിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയും. അങ്ങനെ ശരത്ത് ബൈക്കിൽ രേവതി നിൽക്കുന്ന സ്ഥലത്തോട്ട് വരും. അങ്ങനെ രേവതി ശരത്തിൻ്റെ അടുത്ത് പറയും, സച്ചിയേട്ടനെ കാണുന്നില്ലേ, എവിടെ പോയി? അത് രാവിലെ തൊട്ട് സച്ചിയേട്ടനെ കാണുന്നില്ല, ഫോണിൽ വിളിച്ചിട്ട് ബെല്ലുണ്ടായിരുന്നു, ഇപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്, എവിടെ പോയെന്ന് അറിയത്തില്ല, നമുക്ക് എല്ലായിടത്തും അന്വേഷിക്കാമെന്ന് പറയും. ശരത്തും ചോദിക്കും, ചേച്ചിയും ചേട്ടനുമായിട്ട് എന്തെങ്കിലും വഴക്കിട്ടോ? ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കിട്ടൊന്നുമില്ല. അങ്ങനെ അഥവാ എന്തെങ്കിലും വഴക്കിട്ടാൽ തന്നെ സച്ചിയേട്ടൻ ഫോണൊന്നും ഓഫ് ചെയ്യത്തില്ല, അത് ഓഫ് ചെയ്തായിരിക്കത്തില്ല ചേച്ചി, ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയതാണെന്ന് പറയും. അതിന് കാറിലല്ലേ പോയേക്കുന്നത്, അതിൽ മൊബൈലിൻ്റെ ചാർജറൊക്കെ ഉണ്ടല്ലോ, അതല്ല വേറെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. രേവതിക്ക് നല്ല ടെൻഷനാണ്. ചേച്ചി ഇങ്ങനെ ടെൻഷനാവാതിരി, നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ടാക്സി സ്റ്റാൻഡിൽ വെച്ചിട്ട് ശരത്തിൻ്റെ ബൈക്കിൽ 2 പേരും കൂടി സച്ചി അന്വേഷിക്കുകയാണ്. ശരത്തിന് അറിയാവുന്നിടത്തൊക്കെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴും സച്ചി എവിടെ നിന്നും കാണാൻ പറ്റത്തില്ല. അതിനുശേഷം ഇനി ബാറിലെങ്ങാനും ചെല്ലുമെന്ന് ചോദിക്കും. ഉടനെ രേവതി പറയും, ഇല്ല ഇപ്പം അങ്ങനെ മദ്യപിക്കാറൊന്നും ഇല്ലല്ലോ, എന്നാലും പറയാൻ പറ്റത്തില്ല ചേച്ചി, നമുക്ക് ബാറിലൊന്ന് അന്വേഷിക്കാമെന്ന് പറയും. അപ്പോൾ രേവതി പറയും, അത് വേണ്ട എന്ന് പറയും. അപ്പോൾ പിന്നെ രേവതി പറയും, എനിക്ക് അവിടെ കൂടി ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞാൽ അവർ മനസ്സില്ലാതാണെന്നുണ്ടെങ്കിൽ ബാറിലൊക്കെ പോയി അന്വേഷിക്കും. അവിടെയും കാണത്തില്ല. അത് കുറേ നേരം കഴിയുമ്പോൾ ഇരുട്ടാവും പറയും, എനിക്ക് എന്നെ നീ വീട്ടിലോട്ടാക്കിയാൽ ഇനി അധികം നേരം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സച്ചിയേട്ടൻ അമ്മ അതിൻ്റെ പേര് ഓരോ പ്രശ്നങ്ങളുണ്ടാകും, സന്ധ്യയായിട്ട് ഞാൻ വീട്ടിൽ കയറാൻ നടക്കുമെന്ന് പറയും. അങ്ങനെ രേവതി വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ശരത്തങ്ങ് പോവുകയാണ്. അതിനുശേഷം കുറേ നേരം ഇപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കും, മോളെ സച്ചിയുടെ കാര്യം വല്ലതും അറിഞ്ഞു? ഇല്ല അച്ഛാ, ഇതുവരെ ഇവിടെ അങ്ങനെ വന്നാന്ന് ചോദിക്കും. ഇവിടെ വന്നിട്ടില്ലെന്ന് ചോദിക്കും. ഞാനും നോക്കി, പക്ഷേ വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് കാറ് കാണുമല്ലോ എന്ന് പറയും.
എന്തായാലും മോള് വിഷമിക്കാതിരിക്കുക, അവനിങ്ങി വരുമെന്ന് പറയും. എന്തായാലും ഇന്നൊരു ദിവസം അവന് വീട്ടിൽ വരാതിരിക്കത്തില്ലല്ലോ. മോള് ചെല്ലി പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്ക്, അവൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വിളിക്കാമെന്ന് പറയും. വേണ്ട, സച്ചിട്ടൻ വന്നിട്ട് ഞാൻ ഭക്ഷണം പോലും കഴിക്കത്തോളം എന്ന് പറയും. അങ്ങനെ രേവതി റൂമിലോട്ട് പോവുകയാണ്. അതിനുശേഷം രവീന്ദ്രൻ നല്ല ടെൻഷനാണ്. രവീന്ദ്രൻ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് സച്ചി കാറിനകത്ത് വരും. കാറിനകത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അകത്തോട്ട് കയറി വരുമ്പോൾ രവീന്ദ്രൻ ചോദിക്കും, നീ എവിടെ ആയിരുന്നില്ല എത്രയും നേരം വരെ നോക്കും. അങ്ങനെ സച്ചി അനങ്ങത്തില്ല. നിൻ്റെ അടുത്താണ് ഞാൻ ചോദിച്ചത്, ക്ഷീണിച്ച് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ട് വന്ന് സെറ്റിയിലേക്ക് ചാരി കിടക്കുവാണ്, നീ എവിടെ പോയിരുന്നു ഇത്രയും നേരം? അത് എനിക്ക് അച്ഛാ എമർജൻസി ആയിട്ട് ഒരു ഓട്ടം വന്ന് രാവിലെ, അതിന് നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട കാര്യം എന്ത്? രേവതി മോൾ എത്ര തവണ നിന്നെ വിളിച്ചെന്നറിയാവോ? ഞങ്ങളെല്ലാവരും മാറി മാറി വിളിച്ചു, നിന്നെ കാണാനിട്ട് അവിടെ ടാക്സി സ്റ്റാൻഡിൽ പോയി അന്വേഷിച്ച് ശരത്തുമായിട്ട് എല്ലായിടത്തും പോയി, നീ എന്തിനാ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് നോക്കും. അച്ഛാ അതാ ഞാൻ പറഞ്ഞത്, ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. നിൻ്റെ ഫോണിൽ ചാർജറില്ലേ, നിൻ്റെ കാറിൽ മൊബൈലിൻ്റെ ചാർജറില്ലേ, നിനക്ക് ചാർജ് ചെയ്തിടായിരുന്നു നോക്കും. അതൊരു ലോങ് ട്രിപ്പായിരുന്നു, ആ ടെൻഷന് ഞാനങ്ങ് മറന്നുപോയി എന്ന് പറയും. മതി രേവതി മോളെ ചെന്ന് കാണാം, അവൾ കുറേ നേരം കൊണ്ട് വിഷമിച്ചിരിക്കുകയെന്ന് പറയും. അങ്ങനെ സച്ചിയുടെ ശബ്ദം കേൾക്കുന്നതും രേവതി പെട്ടെന്ന് വീട്ടിലോട്ട് വരികയാണ്. സച്ചിയുടെ ശബ്ദം കേൾക്കുന്നതും രേവതി പെട്ടെന്ന് തന്നെ ഹാളിലോട്ട് ഓടി വരും. ശരി, ഇവിടെ നിന്ന് ഉറങ്ങണ്ട, നീ റൂമിലോട്ട് ചെന്ന് കുളിച്ച് ഭക്ഷണം കഴിക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറയും. അപ്പോഴത്തേക്ക് പറയും സച്ചിയേട്ട, മോളെ സച്ചി വന്നല്ലോ എന്ന് പറയും. അങ്ങനെ പറയും, സച്ചേട്ടൻ എവിടെ പോയിരുന്നു, സമയം എന്തായെന്ന വിചാരം, രാവിലെ തൊട്ട് സച്ചേട്ടനെ കാണാനില്ലായിരുന്നു, ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയാവോ, എവിടെയൊക്കെ വന്ന് നോക്കി, സച്ചേട്ടൻ എവിടെ പോയിരുന്നു എന്ന് പറയും. ഉടനെ സച്ചി ഒന്നും പറയാതെ റൂമിലോട്ട് വരികയാണ്. അതിനകത്ത് ഒരു 8,000 രൂപ എടുത്ത് രേവതിയുടെ കൈ കൊടുക്കും. ആട്ടോയ്ക്കും, ഇതെന്താ സച്ചേട്ടാ പൈസ എന്നെ ഏൽപ്പിക്കുന്നത്, ഇത് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഞാൻ ട്രിപ്പിന് പോയി കിട്ടിയ പൈസയാന്ന് പറയും, 8,000 രൂപ. അപ്പോൾ രേവതി പറയും, എനിക്ക് മനസ്സിലായില്ല, ഇന്നലെ ഒരു ദിവസം കൊണ്ട് നീ 8,000 രൂപ സമ്പാദിച്ചില്ലേ, ഇന്നൊരു ദിവസം കൊണ്ട് ഞാനും 8,000 രൂപ സമ്പാദിച്ചു, നിന്നെപ്പോലെ കൂടുതൽ സമ്പാദിക്കാൻ എനിക്കും അറിയാമെന്ന് പറയും. അപ്പോഴത്തേക്ക് രേവതിക്ക് കാര്യം മനസ്സിലാവും, ഇന്നലെ ഞാൻ ഏറ്റവും കൂടുതൽ സമ്പാദിച്ചു എന്നുള്ളൊരു പറച്ചിലാണെന്നുള്ളത് രേവതിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ രേവതി നല്ല വിഷമത്തോട് സച്ചിയെ നോക്കും. സച്ചിയേട്ടൻ എന്തായി പറയുന്നത്, ഞാൻ ഇന്നലെ 8,000 രൂപ കൊണ്ടുവന്നത് എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് സച്ചിയേട്ടാ, ഒരു ദിവസം ഞാൻ ഡെക്കറേഷൻ വർക്ക് ചെയ്തപ്പം 8,000 രൂപ കിട്ടിയത്, അത് സച്ചിയേട്ടന് ഇത്രയും വിഷമം ഉണ്ടാക്കുമെന്ന കാര്യം അറിഞ്ഞില്ല, നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ട്രിപ്പ് പോയതും ഒരു ദിവസം കൂടെ 3,000 രൂപ സമ്പാദിച്ചതെന്ന് പറയും. സച്ചിയേട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള കോംപ്ലക്സ് ഒക്കെ ഉണ്ടില്ലേ, ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകൾ സമ്പാദിക്കരുതെന്നൊക്കെ, ഞാൻ ഇങ്ങനൊന്നും സച്ചിയേട്ടനെ കുറിച്ച് കരുതിയില്ലെന്ന് പറയും. എൻ്റെ സന്തോഷത്തിനാണ് ഞാൻ സച്ചിയേട്ടൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്, പക്ഷേ ആ സച്ചിയേട്ടന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ രേവതി അങ്ങനെ പറയുമ്പോൾ സച്ചിക്ക് അങ്ങ് സങ്കടമോ. സച്ചി പറയും, രേവതി നിനക്ക് വിഷമം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല, നീ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി, അതുകൊണ്ട് ഞാൻ തിരിച്ച് അതേ കണക്ക് നിൻ്റെ അത്രയും ഞാൻ സമ്പാദിച്ചിട്ടുണ്ടല്ലോ, നീ പറഞ്ഞില്ലേ കുഞ്ചികയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാശിടുന്ന നീയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം ഫീൽ ചെയ്തെന്ന് പറയും. എന്നോട് ക്ഷമിക്കും സച്ചിയേട്ടന് വിഷമമാണെന്ന് കരുതി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് രേവതി അങ്ങ് കരയും. ഉടനെ അപ്പോഴത്തേക്ക് സച്ചിക്ക് അങ്ങ് വിഷമമാവും. എങ്കിലും രേവതിക്ക് ഒരു ചെറിയ നീരസമുണ്ട്. ശരി സച്ചിയേട്ടൻ, ഞാൻ സച്ചിയേട്ടനെ കഴിക്കാൻ ഫുഡ് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് അടുക്കളയിലോട്ട് പോകും. ചെറിയൊരു നീരസമുണ്ട് സച്ചിയോട്. അപ്പം സച്ചിക്ക് അങ്ങ് ഫീൽ ചെയ്യും. ആ സച്ചി രേവതിയോട് ചെന്ന് അടുക്കളയിൽ നിന്ന് പിന്നെയും സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇനി രണ്ടുപേർക്കും നല്ല രീതിയിൽ അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടി തുടങ്ങി. ഇനി ശ്രുതിയും കൂടി ബംഗ്ലാവിലോട്ടൊക്കെ താമസം മാറും. എല്ലാവരും പോയി വീടൊക്കെ കാണും. അപ്പോൾ ഇനി ബംഗ്ലാവിലെ വിശേഷങ്ങളും രേവതിയുടെ പുതിയ ബിസിനസ്സിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.